ഇവിടെ സമയങ്ങളല്ലേ. നിങ്ങൾ വല്ല മറ്റേ പോഴങ്കളി വല്ലതും പോയി കാണും. നമസ്കാരം, ഞാൻ ശ്രീരാജ്. എന്റെ വീഡിയോസ് കണ്ടിട്ട് ചിലർക്ക് സങ്കടം തോന്നണമെന്ന്. അതായത് എന്റെ ആത്മാർത്ഥ സുഹൃത്തിലൊരാള് അവള് വിളിച്ചിട്ട് എന്നോട് പറയണാണ്, എടാ ശ്രീക്കുട്ടാ, നിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ കണ്ട് വളരെ ശോകമായിരിക്കണം. ഇത് ഇങ്ങനെയൊന്നുമല്ല ചെയ്യേണ്ടത്. ഇൻസ്റ്റാഗ്രാമിൽ ഒരു അക്കൗണ്ട് തുടങ്ങും. നീ എന്താണ് ഫേസ്ബുക്കിലൊന്നും ഇല്ലാത്തത്? പണ്ടൊക്കെ ഉണ്ടായതല്ല, പിന്നെ പോയതല്ലേ. നിനക്ക് ഒന്ന് രണ്ടാമത് റെഡിയാക്കി എടുത്തോടെ. നിനക്ക് ഫോളോവേഴ്സ് വേണം ഇൻസ്റ്റാഗ്രാമില്. നിനക്ക് എന്താണ് അവള് പറയണത്, പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് വേണം, ഫേസ്ബുക്കിൽ എനിക്ക് കുറെ ഇത് വേണം. ഫേസ്ബുക്കൊക്കെ വേണ്ട നിനക്ക്. അവിടെ ഇട്ടാലല്ലേ നിനക്ക് ഇത് കാണുള്ള ആൾക്കാര്. അങ്ങനെ കണ്ടു കഴിഞ്ഞാലേ നിനക്ക് റീച്ച് ഉണ്ടാവും. റീച്ച് ഉണ്ടായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞിട്ടെ, ഞാൻ നാട്ടുകാരെ കാണിക്കാൻ നടക്കാനല്ല. അപ്പൊ എനിക്ക് ഇവളെന്നോട് നല്ലൊരു കാര്യമാണ്. എനിക്കിത് പറഞ്ഞു തന്നെയാണ് എങ്ങനെയാ ചെയ്യേണ്ടത്, എന്ത് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പൊ നല്ല കാര്യമാണത്. പക്ഷെ എനിക്ക് ചിരിയും വരും എന്റെ കൂട്ടത്തില്. ഞാനിത് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ട് എനിക്കറിയാം അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്താലേ കറക്റ്റായിട്ട് എനിക്ക് ഇത് എന്തറിയാം, അധികം പേര് കാണരുത്. അങ്ങനെ ഒരു ആഗ്രഹം കൂടെ ഉള്ള ആളാണ് ഞാൻ. ആവശ്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. ഇവളൊക്കെ മറ്റേ സാധനം വരുന്നു. ഏതാണ്? കാതൽ മണ്ണെണ്ണ മണ്ണെണ്ണ പാടറേ ഒരു പാതിരി പോടി വല്യമ്മേ, അതൊക്കെ ഇറങ്ങിയപ്പോ വന്നവളാണ് അവളൊക്കെ. ഇൻസ്റ്റാഗ്രാമും പൊക്കി പിടിച്ചിട്ടുണ്ട്. പേര് ഞാൻ പറയട്ടെ നിന്റെ? ഇപ്പൊ മറ്റേതാണ്, ഏതാന്നാ മറ്റേ പാട്ടിറങ്ങിയുണ്ടല്ലോ ഇപ്പൊ. ഏതാണ് ഇപ്പൊ ഫോണില്? എന്റെ ഫോണിൽ അങ്ങനെ വൈഫിന്റെ ഫോൺ തുറന്നു കഴിയുമ്പോ, രാവിലെ തുറന്നു കഴിയുമ്പോ ഇതാണ് കാണുന്നത്. ഒന്നല്ല, കുറച്ചാളുമ്പോ തരുന്നു. ഒന്നല്ല രണ്ടല്ല, കരിമണി മാളിക നീ തരുമോ, കരിമണി മാളിക നീ തരുമോ എന്ന് പറയപ്പുണ്ടാവും. നേരം വെളുക്കുമ്പോ തന്നെ ഉണ്ടാവും. അത് കഴിഞ്ഞ് മറ്റേതാണ് ഇപ്പൊ, അതെയ്യും താണ്ടി പുനിതമാനത് പറയപ്പുണ്ട്. കേ കിട്ടും. എത്ര കേ ആണെന്നറിയ കിട്ടണത്. കേ കിട്ടിയിട്ടൊന്നും കാര്യമില്ല. ഇത് എന്തിനാണ് കേ കിട്ടിയിട്ട്? പിന്നെ ചോദിക്കണൊക്കെ ഇങ്ങനെയാണ്, എന്തായി ചാനല് അങ്ങോട്ട് ഓടനല്ലേ? എന്താണ് ചാനലിന് മൂവ്മെന്റ് ഒന്നും ഇല്ലല്ലോ? സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും കുറവാണല്ലേ? നിന്റെ വീഡിയോയിന് ഒട്ടും ആൾക്കാരെ പിടിച്ചിരുത്താനുള്ള കഴിവില്ല. പിന്നെ ആൾക്കാരെ പിടിച്ചിരുത്താനുള്ള കഴിവില്ല. ആൾക്കാരെ എന്റർടൈൻമെന്റ് ചെയ്യിക്കണില്ല. നിന്റെ സംസാരം ബോറടിക്കണ്. അങ്ങനെയാണ് ഇങ്ങനെയാണ്. പിന്നെ അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും പറ നീ. അല്ലാണ്ട് നിനക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുവോ? ഇഷ്ടപ്പെടുത്ത ആൾക്കാരെ ഞാൻ പറഞ്ഞു, ഞാൻ ഇഷ്ടപ്പെടുത്താന്ന് പറഞ്ഞു. ഇനി ഞാൻ അങ്ങനെ നോക്കിക്കോളാം ചെയ്യാന്ന് പറഞ്ഞു. ലൈക്കൊക്കെ ഇല്ലല്ലേ? 2 ലൈക്കൊക്കെ ഉള്ളല്ലോ. അങ്ങനെയൊക്കെ ചോദിക്കണ്. ഞാൻ ആലോചിക്കണ്ട, ഇവർക്ക് തലക്ക് വല്ല വെളിവില്ലേ? ലൈക്കും സബ്സ്ക്രൈബറും കിട്ടാനൊന്നുമില്ല. അപ്പൊ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ. എനിക്ക് ലൈക്കും വേണ്ട, സബ്സ്ക്രൈബേഴ്സും വേണ്ട, കമന്റും വേണ്ട, ഒന്നും വേണ്ടട്ടാ. എന്റെ വീഡിയോ എന്ന് വെച്ചാൽ ആവശ്യമുള്ളവർ കണ്ടാൽ മതി. ഈ നമ്മൾ ഇതേപോലത്തെ ഒരു സർവീസ് എടുക്കാൻ താല്പര്യമുള്ളവരില്ലേ, അങ്ങനെയുള്ളവർ യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്ന രീതിയിൽ കണ്ടാൽ മതി. അതല്ലാതെ ആരും കാണേണ്ട ആവശ്യമില്ല. ആരും സമയം കളയല്ലേ വെറുതെ. ഇവിടെ ആ സാധനമൊന്നുമില്ല. കോമഡിയും തമാശയൊന്നുമില്ല ഇവിടെ സമയം കളയാനുള്ള പരിപാടി ഒന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സർവീസ് വേണമെന്നുണ്ടെങ്കിൽ, ക്ലീനിങ് പരമായ എന്തെങ്കിലും സർവീസ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കയറി നോക്കുമ്പോൾ കാണണമെങ്കിൽ, ഇഷ്ടപ്പെടണമെങ്കിൽ കണ്ടാൽ മതി. അല്ലാണ്ട് കാണേണ്ട ഒരു കാര്യമില്ല. ഇവിടെ സമയങ്ങളല്ലേ. നിങ്ങൾ വല്ല മറ്റേ പോഴങ്കളി വല്ലതും പോയി കാണും. മറ്റേ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കൊക്കെ പിടിച്ചിട്ട് കിടന്നിട്ട് ഇങ്ങനെ കാണിച്ചോണ്ടിരുന്ന് പോഴങ്കളിയാണ് ഇപ്പൊ ആൾക്കാർക്ക് ഇഷ്ടം. അപ്പൊ പോഴങ്കളി കാണാൻ താല്പര്യമുള്ളവര് അവിടെ പോയി കണ്ടോ. എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ ഞാൻ പറയുമ്പോ താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടാൽ മതി. എന്റെ സീരിയസ് ആയിരിക്കില്ല നിങ്ങളുടെ സീരിയസ്. അങ്ങനെയുള്ളവർ കണ്ടാൽ മതി. അപ്പൊ എന്റെ പ്രിയ സുഹൃത്തുക്കളെ, എനിക്ക് പറയാനുള്ളത് എന്റെ സുഹൃത്തുക്കളോടാണ്. നിങ്ങളാണ് ഇപ്പൊ എന്റെ വീഡിയോസ് കാണുന്നത്. ആകെ 100 പേരാ 110 പേരാ എന്റെ വീഡിയോ കാണുള്ളൂ. ഞാൻ എന്റെ വീഡിയോ എനിക്ക് ഞാൻ അറിഞ്ഞുകൊണ്ടിട്ടാണ്. ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ
കൂടി വന്ന 100 പേര് 200 പേര് താഴെ ഒരു 150 പേര്, അതായത് ഒരു 60 പേരെ കണ്ടു കഴിയുമ്പോഴേക്കും സാധനം അവിടെ പയ്യനെ നിൽക്കും. ഞാൻ വേറെ ഒന്നും പറയണല്ല, എന്റെ വാട്സാപ്പിൽ ഇപ്പോൾ ഞാൻ സ്റ്റാറ്റസ് ഇടാറില്ല. ആ വ്യൂ എങ്കിലും കിട്ടുമല്ലോ. ശരി, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എന്റെ വാട്സാപ്പിൽ ഞാൻ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടെങ്കിൽ എന്റെ ഫോണിലുള്ളവരെങ്കിലും കണ്ട് വ്യൂവേഴ്സ് കൂടുമെന്ന് ഓർത്തിട്ട് പോലും ഞാൻ ചെയ്യാറില്ല അങ്ങനെ. കാരണം എന്താണെന്നറിയാമോ, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇത് ആവശ്യമുള്ളവർക്ക് വേണ്ടി മാത്രം, കുറച്ച് പേർക്ക് വേണ്ടി മാത്രം ചെയ്യണ വീഡിയോ ആണ്. ലോകം മുഴുവനും ആയിരിക്കും കാണാൻ വേണ്ടിയിട്ടല്ല, കുറച്ച് പേര് മാത്രം കണ്ടാൽ മതി, വളരെ കുറച്ച് പേര്. എനിക്ക് തോന്നുന്നു എന്റെ വീഡിയോ ഒരു 100 പേര് താഴെ കണ്ടാവെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. പിന്നെ അതിന് മുകളിലോട്ട് കാണാൻ എനിക്ക് ഇഷ്ടപ്പെടണില്ല. പിന്നെ അതിന് മേലോട്ട് കാണാൻ കണ്ടോട്ടെ, കുഴപ്പമില്ല. എന്റെ വീഡിയോ ഞാനൊരു 100 പേരാണ് ഞാൻ ആഗ്രഹിക്കണത്. ആ 100 പേര് കണ്ടാൽ മതി. 69 പേരൊക്കെ ആകുമ്പോൾ 100 പേരാകണമെന്നുണ്ടാ. 100 പേര് കണ്ടാൽ മതി. അത്രയും പേര് കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ ചെയ്യണത്. വേറെ ആർക്കും വേണ്ടി ഞാൻ ചെയ്യണല്ല, വേറൊരു നന്മക്കും വേണ്ടി ചെയ്യണല്ല, ഒന്നിനും വേണ്ടി ചെയ്യണല്ല. പിന്നെ ഇങ്ങനെ പറയണ്ട, യൂട്യൂബ് വരുമാനം കിട്ടണമെങ്കിൽ യൂട്യൂബ് വരുമാനം എനിക്ക് വേണ്ട. എനിക്കിപ്പോ വേണ്ട യൂട്യൂബ് വരുമാനമൊന്നും. ഈ തൽക്കാലം കുഴപ്പമില്ലാത്ത രീതിയിൽ വരുമാനമുണ്ട്. യൂട്യൂബ് വരുമാനമൊക്കെ കിട്ടണമെങ്കിൽ അതിനനുസരിച്ച് കഷ്ടപ്പെടണം, അതിനനുസരിച്ച് വീഡിയോ എന്നൊക്കെ പറഞ്ഞതിന്റെ പുറകെ നടക്കണം, അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ കാണിക്കണം. അപ്പൊ ഞാൻ ഇൻസ്റ്റഗ്രാമിലോട്ടും ഫേസ്ബുക്കിലോട്ടൊക്കെ ഞാൻ പതിയെ വരാം. എനിക്ക് സമയം കിട്ടണില്ല. എനിക്കത് വീഡിയോ എടുക്കാൻ പോലും സമയം കിട്ടില്ല. ഞാനിത് ഈ കാറിലൊക്കെ ഇരുന്ന് വല്ല ബ്ലോക്കിലേക്ക് കിടക്കുമ്പോഴോ എവിടെയെങ്കിലും വെയിറ്റിംഗിലേക്ക് കിടക്കുമ്പോഴോ വല്ല ഹോട്ടലിലേക്ക് കയറുമ്പോഴൊക്കെ ചെയ്യണത്. അപ്പൊ ഇത്ര നേരം സംസാരിക്കണത് തന്നെ ഒരു കണക്കിനാണ്. അപ്പൊ എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ചെയ്യാം. പിന്നെ അതുമല്ല, നമ്മുടെ സർവീസ് ആവശ്യമുള്ളവരെ എടുക്കുള്ളൂ, ആവശ്യമുള്ളവർക്ക് വേണ്ടി മാത്രമുള്ളൂ. നമ്മളൊക്കെ എന്തെങ്കിലും കാണിക്കാൻ വേണ്ടി പുറപ്പെട്ടിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിചാരിക്കാൻ പറ്റുന്ന സാധനമൊക്കെ ഇട്ടുതരും. എക്സ്പ്രഷനൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ല, നിങ്ങൾക്ക് അറിയാനും പാടില്ല. വേറെ ലെവലിലോട്ട് പോകും. വേറെ ലെവല് ജഗശ്രീമാരൊക്കെ മാറിയിരിക്കും. നമ്മളെ പിള്ളേരൊക്കെ ഉണ്ട് ഇവിടെ ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, എന്റെ പൊന്നോ, നമ്മളെ പിള്ളേരൊക്കെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, വിവരറിയും. അങ്ങനെ വല്ല വീഡിയോ എടുത്തിട്ട് ഞങ്ങക്ക് ഇൻസ്റ്റാഗ്രാമിലും അവിടെ ഒക്കെ പോസ്റ്റ് ചെയ്ത് പെശകാനാണ് ഞങ്ങളെ മണികണ്ഠനെയൊക്കെ ഇറക്കിയാ പോരെ. മണികണ്ഠനുണ്ട്, ഞങ്ങളെ മനുണ്ട്, മൻപാപ്പനെയൊക്കെ ഇറക്കിയിട്ടല്ലേ. നിങ്ങൾക്ക് വിവരം അറിയും. നിങ്ങൾ ചിരിച്ചില്ല, സിനിമക്കൊന്നും പോകണ്ട. മനുപ്പാപ്പനെയൊക്കെ ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, മനുവിനെയൊക്കെ. കോമഡിയുടെ ഹാസ്യകല കണ്ടുപിടിച്ച ടീമാണ് അവര്. നിങ്ങൾക്കറിയാൻ പാലണ്ടാണ്. അങ്ങനെ കുറച്ച് പേരുണ്ട്, ഞങ്ങളുടെ പിള്ളേര് കുറച്ച് പേരുണ്ട്. അവരെയൊക്കെ ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ എല്ലാം കിട്ടും. അപ്പൊ നമ്മുടെ വീഡിയോ ആവശ്യമുള്ളവർ കാണുക, ആവശ്യമില്ലാത്തവർ കാണണ്ട. അങ്ങനെ അധികം പേരെ കാണിച്ചിട്ടൊന്നും ഒരു ഉപകാരമില്ലാത്ത കാര്യമാണ്. അതാണ് എനിക്കിത് കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണ്ടേ എവിടെയെങ്കിലൊക്കെ, അതിനു വേണ്ടി ഒന്ന് വന്നാണ്. അപ്പൊ നിങ്ങ എന്നെ ക്ലാസ് എടുത്ത് നിങ്ങ എന്നെ മറ്റേ ടോപ്പിലെത്തിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്കത് താല്പര്യമൊന്നുമില്ല. ഇത് കുറെ ആൾക്കാരെ കാണിച്ചിട്ടാ അല്ലെങ്കിൽ ഇത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഇതിപ്പോ നമ്മ ചെയ്യണ സർവീസ് ആവശ്യമുള്ളവരെ എടുക്കുള്ളൂ, ആവശ്യമില്ലാത്തവരെ എടുക്കൂല. ഈ പറഞ്ഞ പോലെ കുളിക്കണവരും കുളിക്കാത്തവരുണ്ട്. ചിലവർ എല്ലാ ദിവസവും കുളിക്കും, ചിലവർ ആഴ്ചയിൽ കുളിക്കും, ചിലവർ കുളിക്കൂല. എന്ന് പറയണ പോലെ എല്ലാവരും ഈ സർവീസ് എടുക്കണമെന്നാ അങ്ങനെ നിർബന്ധമൊന്നുമില്ല. വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾക്ക് അറിവില്ല ഇതിനെപ്പറ്റി അറിവില്ലാത്ത ഒരുപാട് പേരുണ്ട്. അവരിലേക്കും കൂടി എത്തിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയണത്. പിന്നെ ഈ പറയണ പോലെ എനിക്ക് എന്തെങ്കിലും ചെയ്ത് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഫേമസ് ആകാനാണെങ്കിൽ 1-2 വീഡിയോ ചെയ്യുമ്പോ തന്നെ നമുക്കറിയാം. അങ്ങനെ ചെയ്യാനാണെങ്കിൽ നമുക്കറിയാം. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ നമ്മളെ മനു ഉണ്ട്, മനു, ഞാൻ, മണികണ്ഠൻ, ജിത്തു, ഞങ്ങൾ കുറച്ച് പേര് ഇറങ്ങി നിന്നിട്ട് എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അത് വേറൊരു ഇതിലോട്ട് പോകും. അപ്പൊ ഞങ്ങൾക്കതൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ടും, സത്യം പറഞ്ഞാൽ ആരും ഇത് ചെയ്തു തരാൻ ഇങ്ങനെ ചെയ്തെന്ന് നോക്കിയിട്ടൊന്നുമില്ല. മടിയുമുണ്ടാവും, പേടിയുമുണ്ടാവും, താല്പര്യമില്ലായ്മയൊക്കെ ഉണ്ടാവുമല്ലോ ആൾക്കാരുടെ മുമ്പിൽ. ഇപ്പൊ നമ്മള് പരിചയക്കാരുടെ മുമ്പിൽ പറയണ പോലെ, കോമഡി പറയണ പോലെ നമുക്ക് ഏതെങ്കിലും ഒരു ചാനലിൽ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിൽ എന്തെങ്കിലും കയറിയിരുന്ന് സംസാരിക്കാൻ നേരത്തെ ചിലപ്പോൾ ക്യാമറ ഓൺ ചെയ്ത് കഴിയുമ്പോൾ ചിലർക്ക് സംസാരിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരൊന്നും ഇത് ചെയ്ത് നോക്കിയിട്ടില്ല. ഞാൻ വേണമെങ്കിൽ ചെയ്യിക്കാട്ടാ. അപ്പൊ ഈ പറഞ്ഞ ഒക്കെ പോവും. ഞാൻ പേര് പറഞ്ഞിട്ട് ഇതിന്റെ പേര് പറഞ്ഞ നമ്പറൊന്നുമില്ല. എന്നെ ആരും കാണണമെന്നില്ല, അധികം പേര് കാണണമെന്നില്ല. പേര് പറയട്ടെ? വേണ്ട വിട്ടുകളഞ്ഞേക്കണ ഈ പ്രാവശ്യത്തേക്ക് കേട്ടാ. അടുത്ത വീഡിയോ സമയം കിട്ടുമ്പോ ഇടുക. നിങ്ങക്ക് സമയം ഉണ്ടെങ്കിൽ കാണുക, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുക.